السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله الصلاة والسلام على خاتم الأنبياء والمرسلين وعلى آله وصحبه وسلم تسليما كثيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما المؤمنون إخوة فأصلحوا بين أخويكم واتقوا الله لعلكم ترحمون. وقد قال النبي صلى الله عليه وسلم: ليس لعربي فضل ولا عجمي إلا بالتقوى، أو كما قال عليه الصلاة والسلام. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ചെറുതും വലുതുമാകുന്ന എല്ലാ പാപങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കരുണ കൊണ്ട്, അല്ലാഹു അവന്റെ ഔദാര്യം കൊണ്ട് പൂർണ്ണമായി പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടജീവിതം അല്ലാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി കഴിച്ചുകൂട്ടുവാൻ അല്ലാഹു നാം ഏവർക്കും ഉദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള വലിയ അനുഗ്രഹമാണ് അല്ലാഹുവിന്റെ ഭൂമിയിൽ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കുവാനുള്ള തൗഫീഖ് നൽകുന്നു എന്നുള്ളത്. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. അല്ലാഹു നൽകിയ മുഴുവൻ അനുഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ അർത്ഥത്തിൽ കബൂലാക്കുകയും ഒരു ഭംഗവും വരാതെ അല്ലാഹു അതിനെ നിലനിർത്തി തരികയും ചെയ്യുമാറാകട്ടെ. സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട് മനുഷ്യൻ എന്നതിലുപരി ഒരു സത്യവിശ്വാസി എന്ന നിലയ്ക്ക് അല്ലാഹുവിന്റെ ഭൂമിയിൽ കഴിഞ്ഞുകൂടുവാനുള്ള അനുഗ്രഹം ചെറിയ അനുഗ്രഹമല്ല. എത്രയോ അല്ലാഹുവിനെ സ്തുതിച്ചാലും മതിയാകാത്തൊരു അനുഗ്രഹമാണ്. നമുക്കറിയാം, ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിന്റെ 79ാമത് സ്വാതന്ത്ര്യ ദിനമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 79 വർഷം തികയുകയാണ്. സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മഹത്തായ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പാരമ്പര്യത്തെ സംബന്ധിച്ച് നമ്മുടെ മഹാന്മാർ ഈ ഇന്ത്യക്ക് വേണ്ടി സഹിച്ച കഷ്ടപ്പാടുകൾ, ത്യാഗങ്ങളെ സംബന്ധിച്ച്, അവരുടെ അർപ്പണങ്ങളെ സംബന്ധിച്ച് നമ്മളൊക്കെ ഇന്ന് വിസ്മൃതരാണ്. ഒന്നുകിൽ നമുക്കറിയില്ല, അതല്ലെങ്കിൽ നമ്മൾ അതൊക്കെ മറന്നുപോയി. സ്കൂളിൽ പഠിക്കുന്ന കൊച്ചുകുട്ടികളോട് പോലും ചോദിച്ചാല് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് മഹാത്മാഗാന്ധി എന്നും അതുപോലെ ശ്രീ വല്ലഭായ് പട്ടേൽ എന്നും ബാലഗംഗാധര തിലകൻ എന്നുമൊക്കെയാണ്. നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് വരുമ്പോ പഴശ്ശിരാജ, വേലുത്തമ്പി ദളവ എന്നിങ്ങനെയുള്ള പേരുകളാണ്. എന്നാൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്ന ഈ പറയപ്പെട്ട എല്ലാവരും, എല്ലാ മഹാരഥന്മാരും ഇന്ത്യക്ക് വേണ്ടി നിസ്തുലമായ സേവനം കാഴ്ചവെച്ചിട്ടുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി അതിന്റെ സ്വാതന്ത്ര്യത്തിന്റെ വഴിയിൽ
90% പരിശ്രമം കാഴ്ചവെച്ചത് ഇന്ത്യൻ മുസ്ലിമീങ്ങളാണ്, മഹാരഥന്മാരാണ്. അതിൽ യാതൊരു സംശയവുമില്ല. നമ്മളിന്ന് ചരിത്രം പഠിക്കാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ തൽപര കക്ഷികൾ അവരുടെ വാദത്തെ ഉയർത്തുകയും കാലിനടിയിലുള്ള മണ്ണ് ഒലിച്ചു പോകുന്നത് നമ്മൾ അറിയുന്നില്ല. വിശുദ്ധ ഇസ്ലാമിന് ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരു സ്ഥാനവുമില്ല എന്ന് തൽപര കക്ഷികൾ വാദം നടത്തുകയും ചെയ്യുന്നുണ്ട്. ജവഹർലാൽ നെഹ്റു പറയുന്നുണ്ട്, വിശുദ്ധ ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം ഇന്ത്യ മഹാരാജ്യത്തേക്ക് കടന്നു വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നില്ല. എങ്ങനെ? വിശുദ്ധ ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം ഇന്ത്യ മഹാരാജ്യത്തേക്ക് കടന്നു, അഥവാ ഇസ്ലാം വന്നില്ലായിരുന്നുവെങ്കിൽ ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നില്ല. അങ്ങനെ പറയേണ്ടി വന്ന സാഹചര്യം എന്താ? അദ്ദേഹം അങ്ങനെ പറയേണ്ടി വന്ന സാഹചര്യം എന്താണ്? ഇവിടുത്തെ അടിസ്ഥാന വർഗക്കാരായിരുന്ന ദ്രാവിഡന്മാർ, നമ്മളൊക്കെ സ്കൂളിലും മറ്റും പഠിച്ചിട്ടുണ്ട്, ഇവിടേക്ക് കടന്നു വന്ന ആര്യന്മാർ, ആര്യൻ എന്ന വിഭാഗക്കാർ ഈ ദ്രാവിഡന്മാരെ അടിച്ചമർത്തുകയും, വളരെ വ്യക്തമായിട്ട് പറയുന്നത് അത് മനസ്സിലാക്കാൻ വേണ്ടിയാ. നമ്മളത് അടുത്ത ആളുകൾക്ക്, നമ്മുടെ മക്കൾ പഠിക്കണം. നമ്മൾ മനസ്സിലാക്കാതിരുന്ന ഈ രാജ്യം കൈവിട്ടു പോകും. വഖഫും NRCയും CAA ഒക്കെ കടന്നിട്ട് അത് ശക്തമായ നിലയിൽ ആഞ്ഞടിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഇതിന്റെ പാരമ്പര്യത്തെ സംബന്ധിച്ച് നമുക്ക് തിരിച്ചറിവ് വേണം. നമ്മൾ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ദുനിയാവിൽ നടത്തുന്നതിലുപരി സമൂഹത്തിനോട് നമുക്ക് കുറച്ച് നന്മകളുണ്ട്. ആ നന്മ നമ്മൾ പഠിക്കാതെ മനസ്സിലാക്കാത്തിടത്തോളം ഒരുപക്ഷെ എല്ലാം നഷ്ടപ്പെട്ടിട്ട് വിലപിച്ചിട്ട് കാര്യമില്ല. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവിടേക്ക് കടന്നു വന്ന ആര്യന്മാർ ഈ ദ്രാവിഡന്മാരെ അടിച്ചമർത്തുകയും ഉപദ്രവിക്കുകയും കീഴ്പ്പെടുത്തുകയും അവരുടെ നേതാക്കന്മാർക്ക് സേവനം ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ് ഈ ദ്രാവിഡന്മാർ എന്ന് വിധിയെഴുതുകയും ചെയ്തു. തീർത്തും മേൽജാതിക്കാർ, കീഴ്ജാതിക്കാർ, കുടുംബവും ഗോത്രവും നോക്കിക്കൊണ്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തരംതിരിക്കുന്നവർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടേക്ക് കടന്നു വന്നിട്ടാണ് സ്വാതന്ത്ര്യത്തിന്റെ ബാലപാഠം നുകർന്നത്. ആദ്യ പാഠം, ലൈസ ലി അറബിയ്യിൻ ഫദ്ലുൻ വലാ അജമിയ്യിൻ ഇല്ലാ ബിത്തഖ്വ. ഒരു മനുഷ്യനും ജന്മം കൊണ്ട് ശ്രേഷ്ഠനാകുന്നില്ല. ഒരു മനുഷ്യനും ജന്മം കൊണ്ട് ശ്രേഷ്ഠനാകുന്നില്ല. സമ്പത്തിന്റെ പേരിലോ ഗോത്രത്തിന്റെ പേരിലോ സൗന്ദര്യത്തിന്റെ പേരിലോ ഒരു മനുഷ്യനും, ഒരു അറബിയും ഒരു അനറബിയേക്കാൾ ശ്രേഷ്ഠതയില്ല, ഒരു അനറബിക്കും അറബിയേക്കാൾ ശ്രേഷ്ഠതയില്ല എന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി ഇല്ലാ ബിത്തഖ്വ. തഖ്വയുടെ പേരിലല്ലാതെ, സൂക്ഷ്മതയുടെ പേരിലല്ലാതെ. അതിൽ വിശുദ്ധ ഖുർആനും പഠിപ്പിച്ചത് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. സൂറത്തുൽ ഹുജറാത്തിലെ ആയത്താണ്. അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹു നിങ്ങളെ തരംതിരിക്കുന്നത് കുടുംബവും ഗോത്രവും സൗന്ദര്യവും സമ്പത്തും നോക്കിയിട്ടല്ല, മറിച്ച് നിങ്ങളിൽ സൂക്ഷ്മതയുള്ള മതബോധമുള്ള മതഭക്തന്മാർ ആരാണെന്ന് നോക്കിയിട്ടാണ് അള്ളാഹു തരംതിരിക്കുന്നത്. അപ്പൊ ജന്മം കൊണ്ട് ആരും ആരെക്കാളും ശ്രേഷ്ഠരല്ല എന്ന സ്വാതന്ത്ര്യത്തിന്റെ ബാലപാഠം നുകർന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവിടെ ചില ആളുകളുടെ, സമൂഹത്തിൽ ചിലരുടെയെങ്കിലും പറച്ചിൽ ഇപ്രകാരമാണ്. സമൂഹത്തിൽ ചിലരുടെയെങ്കിലും പറച്ചിൽ ഇങ്ങനെയാണ്: വിശുദ്ധ ഇസ്ലാം ഇന്ത്യയിലേക്ക് കടന്നു വന്നത് വാള് കാണിച്ച് പേടിപ്പിച്ചും ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും പോരാട്ടങ്ങളിലൂടെയും മറ്റുമാണ് ഇന്ത്യ മഹാരാജ്യത്തേക്ക് ഇസ്ലാം കടന്നു വന്നത് എന്നാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, തീർത്തും വസ്തുതാവിരുദ്ധമായിട്ടുള്ള സംഗതിയായ വിശുദ്ധ ഇസ്ലാമിന് അതിന്റെ ആവശ്യമില്ല. ആ രീതിയിൽ പ്രചരിക്കുക എന്നൊരാവശ്യം വിശുദ്ധ ഇസ്ലാമിനില്ല. തൽപര കക്ഷികളുടെ വാദം മാത്രമാണത്. സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ചുള്ള ചില ചിത്രങ്ങൾ പരതുമ്പോൾ മഹാനായ ബാബർ ചക്രവർത്തി ബഹുമാനപ്പെട്ട ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ വേഷപ്രച്ഛന്നനായിക്കൊണ്ട്, അഥവാ വേഷം മാറിക്കൊണ്ട് സമൂഹത്തിൽ ഡൽഹിയുടെ തെരുവോരങ്ങളിൽ കൂടി സഞ്ചരിക്കും. എന്തിനു വേണ്ടിയാ സഞ്ചരിക്കുന്നത്? ജനങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി, രഹസ്യമായ നിലയിൽ ആളുകൾക്ക് സഹായം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി, പരസ്യമായ പാപങ്ങളെ കണ്ടറിഞ്ഞ് അതിനെ പരിഹരിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ
മഹാനായ ബാബർ ചക്രവർത്തി വേഷപ്രസന്നനായി ഡൽഹിയുടെ തെരുവോരങ്ങളിലൂടെ സഞ്ചരിക്കുമായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ സഞ്ചരിക്കുമ്പോ മതമിളകിയ ഒരു ആന മതമിളകി ഒരു അക്രമ സ്വഭാവം എന്നോണം ജനങ്ങളിലേക്ക് ചീറി അടുക്കുകയാണ്, ഉപദ്രവിക്കുന്നതിന് വേണ്ടി. എല്ലാ ജനങ്ങളും ഓടുന്നു പേടിച്ച്. ഈ സമയത്ത് ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഓടുന്നതിനിടയിൽ തന്റെ കയ്യിലിരുന്ന കുഞ്ഞ് താഴേക്ക് വീണുപോയി. ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ തന്റെ കയ്യിലിരുന്ന കുഞ്ഞ് താഴേക്ക് വീണുപോയി. ആ കുഞ്ഞിനെ ആരും രക്ഷപ്പെടുത്തുന്നില്ല. നേതാക്കന്മാരും രാജാക്കന്മാരും ഒക്കെ നിൽപ്പുണ്ട്, ആരും രക്ഷപ്പെടുത്തുന്നില്ല. ആനയെ പേടിച്ചിട്ടല്ല, മതമിളകി ആനയെ പേടിച്ചിട്ടല്ല രക്ഷപ്പെടുത്താത്തത്, മറിച്ച് ഒരു ദളിത് പെൺകുട്ടിയുടെ കുട്ടിയെ തൊട്ടാൽ അശുദ്ധമാകുമെന്നുള്ള വിശ്വാസം, ഒരു തോട്ടിയുടെ കുട്ടിയെ തൊട്ടാൽ അശുദ്ധമാകുമെന്നുള്ള വിശ്വാസം ആരെയും അതിന് സമ്മതിച്ചില്ല. ആരും തയ്യാറായില്ല, ആ കുട്ടിയെ രക്ഷിക്കാൻ ആരും തയ്യാറായില്ല. ഈ സമയത്ത് ഒരു തലപ്പാവുധാരിയായ ഒരു മനുഷ്യൻ ചാടി വീണ് ആ കുട്ടിയെ രക്ഷിച്ച് ആ ദളിത് സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പെട്ടെന്ന് അപ്രത്യക്ഷനാകുകയാണ്. ആർക്കും ആളെ പിടികിട്ടിയില്ല, ആരാണെന്ന് ആർക്കും മനസ്സിലായില്ല. അദ്ദേഹത്തിന്റെ തലപ്പാവിൽ നിന്ന് താഴേക്ക് വീണ ഒരു തൂവൽ എടുത്തുകൊണ്ട് ആളുകൾ പറയുന്നത് കേൾക്കുന്നു, ഇത് മഹാനായ ബാബർ ചക്രവർത്തിയാണ്, ഇത് മഹാനായ ബാബർ ചക്രവർത്തിയാണ്. ബാബർ ചക്രവർത്തിയെ എവിടെ വെച്ച് കണ്ടാലും വധിക്കുമെന്ന ഉറച്ച തീരുമാനത്തോടുകൂടി കയ്യിൽ കടാരയുമായി നടന്ന ഒരു രജപുത്രൻ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. ആ രജപുത്രൻ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക, എവിടെ വെച്ച് ബാബറിനെ കണ്ടാലും ഞാൻ വധിക്കും. എന്നാൽ ഈ സംഭവം കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട ബാബർ ചക്രവർത്തിയുടെ സമക്ഷത്തിലെത്തി കാൽക്കൽ വീണ് മാപ്പ് ചോദിച്ച് പക്ഷം ചേർന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ബാബർ ചക്രവർത്തിക്ക് എവിടെ നിന്ന് കിട്ടിയ ഗുണമായത്? ബാബർ ചക്രവർത്തിക്ക് എവിടെ നിന്ന് കിട്ടിയ ഗുണമാണിത്? വിശുദ്ധ ഇസ്ലാമിന്റെ വിപ്ലവകാരി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകമെമ്പാടും വിശുദ്ധ ഇസ്ലാമിനെ പ്രചരിപ്പിച്ചത് വാളുകൊണ്ടായിരുന്നില്ല, ഉത്തമ ഗുണങ്ങളുടെ പിൻബലത്തോടു കൂടിയായിരുന്നു. ഉത്തമ ഗുണങ്ങളുടെ പിൻബലത്തോടു കൂടിയാണ് മക്കയും മദീനയും അടക്കം ലോകമെമ്പാടും അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഇസ്ലാമിനെ പ്രചരിച്ചതും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നതും. ആ പാത പിന്തുടർന്ന മഹാരഥന്മാരുടെ ജീവിതമാണ് നമ്മൾ കാണുന്നത്. വിശുദ്ധ ഇസ്ലാമിന് വാളുകൊണ്ട് പ്രചരിക്കേണ്ട, വെടിക്കോപ്പും പടക്കോപ്പും ഒന്ന് കാണിച്ചുകൊണ്ട് പ്രചരിക്കേണ്ട ആവശ്യമില്ല. വെറും തൽപര കക്ഷികളുടെ വാദം മാത്രമാണത്. മുസ്ലിമായിരുന്നാലും അമുസ്ലിമായിരുന്നാലും അവരന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് നിരാലംബരെയും നിസ്സഹായർക്കും താങ്ങും തണലുമാകുക എന്നുള്ള ഉറച്ച സവിശേഷത, ഇതുപോലെ എത്രയോ സവിശേഷതകൾ, എത്രയോ പാഠങ്ങൾ, ഇതുപോലെയുള്ള ഉന്നത ഗുണങ്ങളുടെ പിൻബലത്തോടു കൂടിയാണ് വിശുദ്ധ ഇസ്ലാം എക്കാലത്തും പ്രചരിച്ചിട്ടുള്ളത്. അല്ലാതെ വാളുകൊണ്ടല്ല. ചരിത്രം പഠിക്കണം നമ്മൾ. ചരിത്രമല്ല ഇന്ന് തിരുത്തി കുറിച്ചു. ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ചുള്ള എല്ലാ ചരിത്ര സ്മാരകങ്ങളും നിങ്ങളും യാത്ര ചെയ്യണം. ഒരു മുസൽമാന്റെ പേര് പോലും കാണില്ല. ഈ അടുത്ത സമയത്ത് ഞാൻ വടക്കേ ഇന്ത്യയിൽ പോയി. അവിടെ ചരിത്ര സ്മാരകത്തിൽ കയറിയപ്പോൾ ഒരു മുസൽമാന്റെ പേര് പോലുമില്ല. എന്നാൽ ആ ചരിത്ര സ്മാരകത്തിൽ ഏറ്റവും കൂടുതൽ ചരിത്രം നിലനിൽക്കുന്നത്, അന്തി ഉറങ്ങുന്നത് ഈ മുസൽമാന്റെ പേരില്ല. അദ്ദേഹത്തിന്റെ പേരില്ല, പേരൊക്കെ മാറ്റി, പേരുകളൊക്കെ തിരുത്തപ്പെട്ടു. ചരിത്രത്തിന്റെ തങ്കത്താളുകളിൽ നിന്ന് മുസ്ലിമീങ്ങളുടെ മുഴുവൻ പേരുകളും തിരുത്തി കുറിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മളിത് പഠിക്കണം, തിരിച്ചറിയണം. എല്ലാ കെട്ടുകഥകൾ നിർമ്മിച്ചു വെച്ചിരിക്കുകയാണ്. കുഞ്ഞാലി മരയ്ക്കാർ നമുക്കറിയാം, നാലാമത്തെ ആലി മരയ്ക്കാർ, നാലാമത്തെ. ഇതിപ്പോ നമ്മളോട് എന്തിനാ ഇതൊക്കെ പറയുന്നത്? ഇതൊക്കെ കേട്ട് നമ്മളിപ്പോ എന്ത് ചെയ്യാനാ? ഒരു ഉദാഹരണം ഞാൻ പറയാം. 1948 അന്ന് ഇസ്രായേലിന്റെ അമേരിക്ക ഫലസ്തീനിലേക്ക് ഇസ്രായേൽ എന്ന ജൂതന്മാരെ കുടിയിറക്കിയതാണ്. നമുക്കറിയാം, ഇസ്രായേൽ എന്നൊരു രാജ്യമില്ലായിരുന്നു. ഇസ്രായേൽ എന്നൊരു രാജ്യമില്ലായിരുന്നല്ലോ. ഫലസ്തീനിലേക്ക് ജൂതന്മാരെ കുടിയിറക്കിക്കൊണ്ട് അവിടെ ഒരു രാജ്യം രൂപീകരിക്കുകയാണ് ഇസ്രായേൽ എന്ന പേരിൽ. അന്ന് രൂപീകരിച്ചതിന് ശേഷം ഇസ്രായേലിലെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ഭടന്മാരെ വിളിച്ചിട്ട് പറയുന്നൊരു വാക്കുണ്ട്: നിങ്ങളൊരു കെട്ടുകഥ നിർമ്മിക്കണം, നിങ്ങളൊരു കെട്ടുകഥ നിർമ്മിക്കണം. എന്താണെന്നറിയാമോ? ഈ രാജ്യത്ത് നമ്മൾ വന്നതിന് ശേഷമാണ് ഈ രാജ്യം ശരിയായ രീതിയിൽ പിറവികൊണ്ടതും ഭൂപ്രദേശമായി മാറിയതും ഫലപുഷ്ടിയുള്ള ഒരു രാജ്യമായി മാറിയത് നമ്മൾ വന്നതിന് ശേഷമാണെന്ന് നിങ്ങൾ എഴുതി കുറിക്കണം. ഒരു കെട്ടുകഥ നിർമ്മിക്കണം.
ഭടന്മാര് ചോദിച്ചു, പ്രധാനമന്ത്രി എന്ത് വിഡ്ഢിത്തമായി പറയുന്നത്, പ്രസിഡന്റ് എന്ത് വിഡ്ഢിത്തമായി പറയുന്നത്, ആളുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, നമ്മളെ ഇവിടെ കുടിയിറക്കിയതും നമ്മളിവിടെ അധിനിവേശം നടത്തിയതും പിടിച്ചു വെച്ചത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. രാജാവ് പറഞ്ഞത്, ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയല്ല ഇത്, ഞാൻ കെട്ടുകഥ നിർമ്മിക്കാൻ പറഞ്ഞത് ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയല്ല, മറിച്ച് 50 വർഷത്തിന് ശേഷം വരുന്ന ആളുകൾ അത് സത്യമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. എങ്ങനെ 50 വർഷത്തിന് ശേഷം വരുന്ന ആളുകൾ സത്യമാണെന്ന് ഈ സംഭവം നമുക്ക് 2 സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. നമ്മൾ ഈ ഇന്ത്യ മഹാരാജ്യത്തിന് വില കൽപ്പിക്കാതിരുന്നപ്പോ നമ്മുടെ വിലയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ പണ്ഡിതന്മാരുടെ പേരുകൾ ചരിത്രത്തിൽ നിന്ന് തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വില കൽപ്പിക്കുന്നില്ല, നമ്മൾ നമ്മുടെ സ്വന്തം കാര്യം നോക്കിക്കൊണ്ട് നടക്കുകയാണ്. മനുഷ്യന് കുറെ സാമൂഹ്യ ബാധ്യതകളുണ്ടല്ലോ, മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ത്യയോട് നമുക്ക് ചില കടമകളുണ്ട്, സ്വന്തം ദേശത്തോട്, കേരളത്തോട്, ജനിച്ച മണ്ണിനോട് ചില ബാധ്യതകളുണ്ട് നമുക്ക്. ആ ബാധ്യത നിറവേറ്റാതെ വരുമ്പോ അള്ളാഹുവും തീരുമാനിക്കും, നിനക്കില്ലെങ്കിൽ പിന്നെ എനിക്കെന്തിന്, നിനക്കില്ലെങ്കിൽ പിന്നെ എനിക്കെന്തിന്, പൊയ്ക്കോട്ടെ. അപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ വിലമതിക്കണം നമ്മൾ. ഈ ഇന്ത്യ മഹാരാജ്യവും ഈ കൊച്ചു കേരളവും നമ്മൾ സുഖിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും, നമ്മുടെ ചെറിയ പ്രദേശങ്ങളും ഒക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക വിട്ടു പോയപ്പോ മക്കയോട് തിരിഞ്ഞു നിന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ല, മക്ക എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നിന്നോട്, എന്റെ കാബാലയം സ്ഥിതി ചെയ്യുന്ന മണ്ണാണ് നീ. സ്വന്തം ദേശസ്നേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അപ്പൊ നമുക്ക് ആ സ്നേഹം ഉണ്ടാവണം, നമുക്ക് ആ സ്നേഹം ഉണ്ടാവണം. 50 വർഷത്തിന് ശേഷം വരുന്ന ആളുകൾ ഈ കെട്ടുകഥ സത്യമാണെന്ന് വിശ്വസിച്ചോളും, എഴുതി അങ്ങ് പിടിപ്പിക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ 50 വർഷത്തിന് ശേഷം നിർമ്മിച്ച കെട്ടുകഥകൾ ഇന്നതാ പുലർന്നുകൊണ്ടിരിക്കുകയാണ്. യാതൊരു കൂസലുമില്ലാതെ സധൈര്യം NRC കൊണ്ടുവരിക, വഖഫ് ബില്ല് കൊണ്ടുവരിക, എന്തിന്റെ പേരിൽ ആരും ചോദിക്കാൻ വരില്ല, ആരെയും ഭയമില്ല. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് നമ്മൾ പരിശ്രമം തുടങ്ങിയാൽ 50 വർഷത്തിന് ശേഷം, 50 വേണ്ട, 10 വർഷം 20 വർഷത്തിന് ശേഷം നമ്മുടെ മക്കൾക്ക് ഇതുപോലെ ഇതിനേക്കാൾ നന്നായി കൊച്ചുമക്കൾക്ക്, പേരമക്കൾക്ക് സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട് ഇവിടെ വസിക്കാൻ സാധിക്കും, യാതൊരു സംശയവും ഇല്ല. അപ്പൊ നമ്മൾ പരിശ്രമിക്കണം, ഈ രാജ്യത്തോടുള്ള, നാടിനോടുള്ള കടമകൾ പാലിക്കണം, മുസ്ലിമീങ്ങളോടും അമുസ്ലിമീങ്ങളോടും നല്ല നിലയിൽ വർത്തിക്കണം. വിശുദ്ധ ഇസ്ലാമിന് ലോകമെമ്പാടും പ്രചരണം കിട്ടിയത് ആളുകൊണ്ടല്ല, ഈ ഉന്നതമായ സ്വഭാവങ്ങളുടെ പിൻബലത്തോടു കൂടിയാണ്. 4ാമത്തെ ആലിമരക്ക, ഞാൻ പറഞ്ഞു വന്ന വിഷയം അതാ, 4ാമത്തെ ആലിമരക്ക, കുഞ്ഞാലിമരക്ക നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഗൂഗിളിൽ വിക്കിപീഡിയ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാല് 4ാമത്തെ ആലിമരക്കാരുടെ ചരിത്രം എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് കണ്ടാൽ ചിരി വരും നമുക്ക്. വെറും കെട്ടുകഥകളാണ്. അന്ന് ജീവിച്ചിരുന്ന സാമൂതിരി രാജാവിനെതിരെ തിരിഞ്ഞതിന്റെ പേരിൽ പോർച്ചുഗീസുകാരും സാമൂതിരി രാജാവും ചേർന്ന് കുഞ്ഞാലി മരക്കാരെ കെട്ടി വരിഞ്ഞ് മുറുക്കി വധിച്ചു. ഇതാ വിക്കിപീഡിയയിലുള്ളത്. രാജാവിനെതിരെ തിരിഞ്ഞതിന്റെ പേരിൽ ബ്രിട്ടീഷുകാരും സാമൂതിരി രാജാവും കൂടി ചേർന്ന് 4ാമത്തെ ആലിമരക്കാരെ വധിച്ചു കളഞ്ഞു. ഇതാണ് ഈ നെറ്റിൽ കിട്ടുന്നത്. ചരിത്രത്തിന്റെ വസ്തുത എന്താ? ചരിത്രത്തിന്റെ വസ്തുത, പോർച്ചുഗീസുകാർ ഈ ഇന്ത്യ മഹാരാജ്യത്തേക്ക് ആദ്യം കടന്നു വന്നപ്പോ സധൈര്യം ഉറച്ചു നിന്ന് അവരെ തടുത്തു നിർത്തിയത് കുഞ്ഞാലി മരക്കാരുടെ നാവികപ്പടയായിരുന്നു. കുഞ്ഞാലി മരക്കാരുടെ നാവികപ്പടയെ അവരെ തടുത്തു നിർത്തി. അന്നത്തെ ടെക്നോളജി വിദ്യാഭ്യാസങ്ങളെല്ലാം ബഹുമാനപ്പെട്ട കുഞ്ഞാലി മരക്കാർ സ്വായത്തമാക്കിയിരുന്നു. എല്ലാവിധ ടെക്നോളജികളും പോർച്ചുഗീസുകാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. കുഞ്ഞാലി മരക്കാരുടെ വെടിക്കോപ്പുകളും പടക്കോപ്പുകളും ഒക്കെ കണ്ടുകൊണ്ട് പോർച്ചുഗീസുകാർ അമ്പരന്ന് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. പോർച്ചുഗീസുകാർ എന്ത് ചെയ്തെന്നറിയാമോ? സാമൂതിരി രാജാവിന് പണ്ടവും പണവും കൊടുത്തുകൊണ്ട് കൈക്കലാക്കി ഒരു സന്ധി സംഭാഷണം എന്നോണം കുഞ്ഞാലി മരക്കാരെ വിളിച്ചു വരുത്തി. ആ കുഞ്ഞാലി മരക്കാർ രാജസമക്ഷത്തിൽ ദർബാറിലെത്തി രാജാവിനോടുള്ള ആദരവെന്നോണം ഉറയിൽ നിന്ന് വാളൂരി താഴേക്ക് വെച്ചപ്പോ സൈനികർ ചാടി വീണ് കെട്ടിവരിഞ്ഞ് മുറുക്കി വധിച്ചു. ഇതാണ് സത്യം, ഇതാണ് സത്യം. ഈ സത്യം ചരിത്രത്തിലില്ല, നമുക്ക് എവിടെയും കാണാൻ പറ്റൂല. എവിടെ എഴുതി കുറിച്ചിരിക്കുകയാണ്? ഗൂഗിളിൽ. നമ്മളെ വരുന്ന മക്കളും മക്കളുടെ മക്കളൊക്കെ ഇതാ ഗൂഗിളാ വായിക്കുന്നത്. ഈ ഗൂഗിൾ വായിച്ച് ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. പ്രിയമുള്ള സഹോദരങ്ങൾ, ചരിത്രം നമ്മൾ പഠിച്ചേ പറ്റൂ. ദേശസ്നേഹം വേണം നമുക്ക്. ഇതെല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളാണല്ലോ. പണ്ഡിതന്മാര് ഫത്വ കൊടുത്തു. പോർച്ചുഗീസുകാരെ ഈ രാജ്യത്തിൽ നിന്ന് തുരുത്തി ഓടിക്കുക എന്നുള്ളത് ഇബാദത്തിന് സമാനമായ കൂലി കിട്ടും, ജിഹാദിന് തത്തുല്യമായ പ്രതിഫലമാണെന്ന് പണ്ഡിതന്മാർ ഫത്വ പുറപ്പെടുവിച്ചു.
ബഹുമാനപ്പെട്ട ഷാഹ് അബ്ദുൽ അസീസ് ദഹ്ലവി. ഈ പേരുകളൊക്കെ നമ്മൾ മക്കൾ പഠിക്കണം. അവർക്ക് വേലുത്തമ്പി ദളവയെ അറിയാം, പരശുരാജ അറിയാം, ബാലഗംഗാധര തിലകൻ അറിയാം, ശ്രീ വല്ലഭായി പട്ടേൽ അറിയാം. നമ്മുടെ മക്കളുടെ നമ്മുടെ പണ്ഡിതന്മാരുടെ പേരുകൾ പഠിക്കട്ടെ. സ്വാതന്ത്ര്യ ദിനത്തിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട പണ്ഡിതന്മാർ. ചുട്ടുപരുത്ത കമ്പി ശരീരത്തിലേക്ക് കുത്തിയിറക്കിയിട്ട് പോലും ഈ രാജ്യത്തെ വിഭജിക്കരുത് എന്ന് അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ എത്രയോ പണ്ഡിതന്മാരുണ്ടായിരുന്നു. ഖാസിം നാനൂത്തബിയെ പോലെ, അതുപോലെ ഹുസൈൻ അഹമ്മദ് മദനിയെ പോലെ ഇന്നീ പണ്ഡിതന്മാരുടെ പേരുകളൊന്നുമില്ല. ഷാഹ് അബ്ദുൽ അസീസ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി ഡൽഹി ജുമാ മസ്ജിദിന്റെ മിമ്പറിൽ ഇരുന്ന് ഫത്വ കൊടുത്തു. എന്താണ് ഫത്വ കൊടുത്തതെന്നറിയാമോ? മുഴുവൻ വിശ്വാസികളും മനസ്സിലാക്ക്, ഈ ഇന്ത്യ നമ്മുടെ രാജ്യമാണ്. ഈ പോർച്ചുഗീസുകാരെ ഈ രാജ്യത്ത് നിന്ന് തുരുത്തി ഓടിക്കൽ മാനുഷിക ബാധ്യതയാണ്. ജിഹാദിന് തത്തുല്യമായ പ്രതിഫലം കിട്ടുന്നതിന് കാരണമാണെന്ന് അബ്ദുൽ അസീസ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി വെള്ളിയാഴ്ച ദിവസം മിമ്പറിൽ ഇരുന്നു കൊണ്ട് ഫത്വ കൊടുത്തു. നിസ്തുലമായ സേവനം കാഴ്ചവെച്ചിട്ടുണ്ട് നമ്മുടെ പണ്ഡിതന്മാർ. ചരിത്രത്തിൽ നിന്നൊക്കെ മാറ്റിയിരിക്കണം. നമ്മൾ ഇതൊക്കെ പഠിക്കണം, മനസ്സിലാക്കണം. നമ്മുടെ മക്കൾ വായിക്കട്ടെ, ദേശസ്നേഹം ഉണ്ടാകട്ടെ. ഈ കൊച്ചു കേരളത്തിലേക്ക് വരുമ്പോ ഖാദി മുഹമ്മദ് പൊന്നാനി പള്ളിയുടെ പിൻബറിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ഫത്വ കൊടുത്തു. ഒരു മനുഷ്യന്റെ ബാധ്യതയാണ്, ഈ രാജ്യസ്നേഹത്തിന്റെ ഭാഗമാണ് പോർച്ചുഗീസുകാരെ ഇവിടെ നിന്ന് തുരുത്തി ഓടിക്കുക എന്നുള്ളത്. സൈനുദ്ദീൻ മഖ്ദൂം, പൊന്നാനിക്കാരനായിട്ടുള്ള സൈനുദ്ദീൻ മഖ്ദൂം തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്നൊരു പ്രസിദ്ധമായ ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. തുഹ്ഫത്തുൽ മുജാഹിദീൻ വളരെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ്. ചരിത്രം പഠിക്കാൻ വേണ്ടി എഴുതിയതല്ല. സൈനുദ്ദീൻ മഖ്ദൂം തുഹ്ഫത്തുൽ മുജാഹിദീൻ രചിച്ചത് ചരിത്രം പഠിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നതിന്റെ പിന്നിലെ പ്രതിഫലത്തെ വരച്ചു കാട്ടുകയും പോർച്ചുഗീസുകാരെ ഇവിടെ നിന്ന് ചുരുത്തി ഓടിക്കാൻ വേണ്ടിയുള്ള ആഹ്വാനം കൊടുക്കുകയുമാണ് ഈ ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം ചെയ്തത്. തുഹ്ഫത്തുൽ മുജാഹിദീൻ. പ്രിയമുള്ള സഹോദരങ്ങൾ, നമുക്കൊക്കെ അറിയാം, ദാറുലും ദൈവബന്ദ് എല്ലാ വർഷാവർഷവും പല പള്ളികളിലും അവരുടെ കളക്ഷൻ നടത്തും. 10,000-കണക്കിന് ആലിമീങ്ങളെ വാർത്തെടുത്തിട്ടുള്ള, ലക്ഷക്കണക്കിന് ആലിമീങ്ങളെ വാർത്തെടുത്തിട്ടുള്ള ദാറുലും ദൈവബന്ദ്, ഡൽഹിയിലെ ദാറുൽ ഉലൂം ദൈവബന്ദ് സ്ഥാപിച്ചത് എന്തിനു വേണ്ടിയാ? ഇൽമു പഠിക്കാൻ വേണ്ടി ആയിരുന്നില്ല. ദാറുൽ ഉലൂം ദൈവബന്ദ് സ്ഥാപിച്ചത് ഇൽമു പഠിക്കാൻ വേണ്ടി ആയിരുന്നില്ല, സ്വാതന്ത്ര്യ സമരത്തിന്റെ വഴിയിലായിരുന്നു. സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു സംശയം, സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി മദ്രസയാണോ സ്ഥാപിക്കേണ്ടത്? ഒരു സൈനിക പാളയമായിരുന്നില്ലേ? ആയുധങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ഒരു സൈനിക പാളയമല്ല മദ്രസ ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയാ? ബ്രിട്ടീഷുകാരുടെ ഏറ്റവും വലിയ ഭയം എന്നുള്ളത് വിശ്വാസികളായിരുന്നു, സത്യവിശ്വാസികളായിരുന്നു. സത്യവിശ്വാസികളെ 2 രീതികൾ തകർക്കാൻ അവർ പരിശ്രമിച്ചത്. ഒന്ന് വാളുകൊണ്ടും 2 വിശ്വാസം കൊണ്ടും. ഒന്ന് വാളുകൊണ്ടും 2 വിശ്വാസം കൊണ്ടും. വിശ്വാസം കൊണ്ട് എങ്ങനെയാ തകർക്കാൻ പരിശ്രമിച്ചത്? അവരോടൊപ്പം ചേർന്ന് നിന്ന മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കള്ളപ്രവാചകൻ. നമുക്കറിയാം അവസാനത്തെ പ്രവാചകനാരാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അതിനുശേഷം പിറവിയെടുത്ത മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന് ഖാദിയാനികൾ നമ്മൾ പറയാറുണ്ട്. മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന കള്ളപ്രവാചകൻ ഈ ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ മുന്നോട്ട് വരികയും ഫത്വ പുറപ്പെടുവിച്ചു. എന്താണ് ഫത്വ എന്നറിയാമോ? നിങ്ങൾ ആരും പോർച്ചുഗീസുകാർക്കെതിരെ പോരാടരുത്, നിങ്ങളുടെ അമീറന്മാരാണ് അവര് പറയുന്ന അനുസരിച്ചോണം. നമ്മുടെ IMCTയുടെ പിരിവാണ്. എല്ലാ സഹോദരങ്ങളും കാര്യമായിട്ട് ഇൻഷാ അല്ലാഹ് അതിൽ പങ്കുകൊള്ളിൻ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ പോർച്ചുഗീസുകാരോട് നിങ്ങൾ യുദ്ധം ചെയ്യാൻ നിൽക്കരുത്, നിങ്ങളുടെ അമീറന്മാരാണ്, ആദരിച്ച് ബഹുമാനിച്ച് മര്യാദയ്ക്ക് നിൽക്കണം എന്ന് മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി ഫത്വ പുറപ്പെടുവിച്ചു. നമ്മുടെ പണ്ഡിതന്മാർ അതിനെ നേരിട്ടു. ഇവന് കള്ളപ്രവാചകനാണ്, ഇവനെ വിശ്വസിക്കാൻ പാടില്ല. അന്ന് സൈനിക പാളയം നിർമ്മിച്ചിട്ട് കാര്യമില്ല, മറിച്ച് വിശ്വാസത്തെ നേരായ രീതിയിൽ ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു സ്ഥാപനമായിരുന്നു ആവശ്യമായി വന്നത്. ആ വഴിയിലാണ് ബഹുമാനപ്പെട്ട മൗലാന ഖാസിം നാനൂത്തബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നേതൃത്വത്തിൽ ദാറുൽ ഉലൂം ദൈവബന്ദ് പണികരിപ്പിച്ചത്. ദാറുൽ ഉലൂം ദൈവബന്ദ് പണികരിപ്പിച്ചത് സ്വാതന്ത്ര്യ സമരത്തിന്റെ വഴിയിലായിരുന്നു. എത്രയോ മഹാന്മാർ, ഷാംലിയുടെ മൈതാനത്ത് ആയിരക്കണക്കിന്, ഡൽഹിയിലെ ഷാംലിയുടെ മൈതാനത്ത് ആയിരക്കണക്കിന് 10,000-കണക്കിന് പണ്ഡിതന്മാരുടെ ജീവനാ പൊലിഞ്ഞു പോയത്. ചരിത്രത്തിൽ നിന്ന് അതൊന്നുമില്ല. എത്രയോ പണ്ഡിതന്മാരുടെ ജീവൻ പൊലിഞ്ഞു. എത്രയോ പണ്ഡിതന്മാർക്ക്, കുടുംബക്കാർക്ക് അവരുടെ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടു, മക്കൾക്ക് പാപ്പമാരെ ഉപ്പമാരെ നഷ്ടപ്പെട്ടു. അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. ബഹുമാനപ്പെട്ട ഷാഹ് അബ്ദുൽ അസീസ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി മരണമടഞ്ഞു. സർ സയ്യിദ് അഹമ്മദ് ഷഹീദ് റഹ്മത്തുള്ളാഹി അലൈഹി മരണമടഞ്ഞു. ഖാസിം നാനൂത്തബി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് പരിക്കേറ്റു. എത്രയോ പണ്ഡിതന്മാർ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ ബ്രിട്ടീഷുകാര് സമൂഹ മധ്യത്തിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഈ
ഈ ഇന്ത്യ ഞങ്ങളുടെ കൈപ്പിടിയിലായിരിക്കുന്നു. ഈ ഇന്ത്യ മഹാഭാരതം ഞങ്ങളുടെ കൈപ്പിടിയിൽ അമർന്നിരിക്കുന്നു. മൊത്തം ഞങ്ങളുടെ കാൽ കീഴിലായിരിക്കുന്നു. ഇതെപ്പോഴാ പറഞ്ഞതെന്നറിയാമോ? കോട്ടയം രാജാവിനെ വധിച്ചതിന്റെ പേരിലല്ല, പരശുരാജയെ വധിച്ചതിന്റെ പേരിലല്ല, സാമൂതിരിയെ വകവരുത്തിയതിന്റെ പേരിലുമല്ല പോർച്ചുഗീസുകാർ പറഞ്ഞത്. മറിച്ച് പോർച്ചുഗീസുകാരുടെ ഏറ്റവും വലിയ പേടി സ്വപ്നമായിരുന്ന മഹാനായ ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി അലൈഹിയെ വധിച്ചതിന്റെ പേരിൽ അവർ പറഞ്ഞത്, ഇനി ഞങ്ങൾക്ക് ആരെയും പേടിക്കണ്ട, ഇന്ത്യ ഞങ്ങളുടെ കൈപ്പിടിയിൽ അമർന്നിരിക്കുന്നു എന്ന്. ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി അലൈഹി തഹജ്ജുദ് നമസ്കാരം പോലും മുടക്കൂലായിരുന്നു. ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി അലൈഹിയെ വകവരുത്തിയതിനു ശേഷമാണ് പോർച്ചുഗീസുകാർ പറഞ്ഞത്, ഇനി ഞങ്ങൾക്ക് ആരെയും ഭയപ്പെടണ്ട, ഈ ഇന്ത്യ മഹാരാജ്യം ഞങ്ങളുടെ കൈപ്പിടിയിൽ അമർന്നിട്ടുണ്ട് എന്നുള്ളത്. ബഹുമാനപ്പെട്ട റബീഉ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു റോമാ സാമ്രാജ്യത്തിന്റെ അരമനകളിലേക്ക് കയറി ചെന്നിട്ട് സധൈര്യം പറഞ്ഞു, ഞങ്ങൾ പരിശ്രമിക്കുന്നത് എന്തിനെന്നറിയാമോ? സൃഷ്ടികളെ അടിമത്തത്തിൽ നിന്ന് കരകയറ്റി നേരായ പാതയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി, സൃഷ്ടി പൂജയിൽ നിന്ന് അവരെ കരകയറ്റി വിശുദ്ധ ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാ ഞങ്ങൾ പരിശ്രമം നടത്തുന്നത് എന്ന് റോമാ സാമ്രാജ്യത്തിന്റെ അരമനകളിലേക്ക് കയറി ചെന്ന് മഹാനായ റബീഉ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇതൊക്കെ ഇവിടെ ചരിത്രത്തിൽ ഇതൊന്നുമില്ല. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകും. ഇതൊക്കെ പറഞ്ഞ കുറച്ച് ഉദാഹരണങ്ങൾ മാത്രമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാ സ്വാതന്ത്ര്യ സമരവും റിപ്പബ്ലിക് ഡേ ആയിരുന്നാൽ പോലും നമുക്ക് നൽകുന്ന സന്ദേശം, നമ്മൾ മുറുകെ പിടിക്കേണ്ടുന്ന സന്ദേശം, നമ്മുടെ മക്കൾ പഠിക്കണം. കൊച്ചുമക്കൾ അവർക്കും ഈ സ്വാതന്ത്ര്യത്തിന് ശുദ്ധമായി ശ്വസിക്കാൻ സാധിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ പൗരത്വമൊക്കെ എടുത്തു കളയും. നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. നമ്മൾ കാര്യങ്ങള് നമുക്ക് നൽകുന്ന ഒന്നാമത്തെ സന്ദേശം എന്നുള്ളത്, ഈ ചരിത്രങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് എല്ലാ സ്വാതന്ത്ര്യ സമരത്തിലും ആലിമികൾ മാത്രം സംസാരിച്ചാൽ പോരാ, സാധാരണക്കാരും സംസാരിക്കണം. ചെറിയ ചെറിയ സദസ്സുകൾ രൂപീകരിച്ച് ഈ സത്യാവസ്ഥ പറഞ്ഞു കൊടുക്കണം. ഗൂഗിളിൽ നിന്ന് നോക്കാൻ പറ്റൂല, എല്ലാം കെട്ടുകഥകളാ, ചതിക്കുഴികളാ. ചെറിയ ചെറിയ സദസ്സുകൾ രൂപീകരിച്ച് ഞാൻ ഇന്നലെ എന്റെ 2-3 മക്കളെയും പിടിച്ചിരുത്തി അവർക്ക് സ്വാതന്ത്ര്യദിനത്തിന് തൊട്ടിയും വാങ്ങിച്ചു കൊടുത്ത് പറഞ്ഞു കൊടുത്ത ചരിത്രം എന്തിനു വേണ്ടിയാ? അവരും പഠിക്കട്ടെ ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ മഹത്വം, ദേശസ്നേഹം അവർക്കും ഉണ്ടാകട്ടെ, അവരിലുള്ള അടുത്ത ആളുകൾക്കും കൈമാറട്ടെ. ഇല്ലെങ്കിൽ നമ്മുടെ പൗരത്വമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ചരിത്രം അടുത്ത ആളുകൾക്ക് വസ്തുതാപരമായ ചരിത്രം പറഞ്ഞു കൊടുക്കണം. രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ഈ ഇന്ത്യ മഹാരാജ്യത്തെന്നല്ല, ലോകമെമ്പാടും നേരത്തെ പറഞ്ഞതുപോലെ മക്കയും മദീനയും അടക്കം ലോകമെമ്പാടും വിശുദ്ധ ഇസ്ലാം പ്രചരിച്ചത് ആരെങ്കിലും തകർത്തതിന്റെ പേരിലല്ല, ആരെങ്കിലും വാളുകൊണ്ട് വെട്ടിയിട്ടും ഭീഷണിപ്പെടുത്തിയിട്ട് പോരാട്ടം നടത്തിയിട്ടുമല്ല. ഉന്നതമായ സ്വഭാവ ഗുണങ്ങൾ. ആരുടെ സ്വഭാവ ഗുണങ്ങൾ? എന്റെയും നിങ്ങളുടെയും സ്വഭാവ ഗുണങ്ങൾ. എന്റെയും നിങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ ആളുകൾ കാണട്ടെ. ഒരു ദഅവത്താണത്. ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന, മിമ്പറിൽ കയറി പ്രസംഗിക്കുന്ന ഉസ്താദുമാർക്ക് എന്റെ അഭിപ്രായത്തിൽ 100% മാത്രമേ ഉള്ളൂ ദഅവത്തിനുള്ള ഒരു വഴി. സാധാരണക്കാരാകുന്ന നിങ്ങൾക്കാണ് നിങ്ങളുടെ കയ്യിൽ ആ ദഅവത്തിരിക്കുന്നത്. എങ്ങനെ ദഅവത്ത്? കടയിൽ വരുന്ന ഒരു അമുസ്ലിം സഹോദരൻ കസ്റ്റമറിന്റെ മുഖത്ത് നോക്കുന്ന ഒരു പുഞ്ചിരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ല, സദഖയാണ്. കാറ് കൊണ്ട് ബൈക്ക് കൊണ്ട് പെട്രോൾ പമ്പിലേക്ക് കയറുന്നു, ഇറങ്ങുമ്പോൾ നല്ല വാക്ക് പറയാൻ സാധിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസംഗം കേട്ടിട്ടായിരുന്നില്ല ആരും വിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചത്, സ്വഭാവം കണ്ടിട്ടായിരുന്നു. ക്രിസ്ത്യ പുരുഷനായ അബ്ബാസ് ഇസ്ലാം സ്വീകരിച്ചത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം കണ്ടിട്ടായിരുന്നു. ജൂത പണ്ഡിതനായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു സലാമും സയ്യിദ് ഇബ്നു സഅനയും ഇസ്ലാം സ്വീകരിച്ചത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം കണ്ടിട്ടായിരുന്നു. അല്ലാതെ വാളുകൊണ്ടല്ല അല്ലാഹുവിന്റെ റസൂൽ ഇസ്ലാം പ്രചരിപ്പിച്ചത്. ആരെയും ഭീഷണിപ്പെടുത്തിയിട്ട് പോരാട്ടം നടത്തിയിട്ടൊന്നുമല്ല. ഉന്നതമായ സ്വഭാവങ്ങളുടെ പിൻബലത്തോടുകൂടിയാണ് എല്ലാ രാജ്യത്തും ഇനിയും ഇത് വികസിക്കും. ഇനിയും വികസിച്ച് മൊത്തം വിശുദ്ധ ഇസ്ലാമിന്റെ കുടക്കീഴിലായിട്ടേ ലോകം അവസാനിക്കുള്ളൂ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പരിശ്രമിക്കണം. ഞാൻ പറഞ്ഞില്ലേ, മുസ്ലിം ആകട്ടെ അമുസ്ലിം ആകട്ടെ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുക, വിധവകളെയും യതീമീങ്ങളെയും ചേർത്ത് നിർത്തുക. ദേശസ്നേഹമാണത്, രാജ്യത്തോടുള്ള ബാധ്യതയാണത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നജറാനിൽ നിന്ന് വന്ന പാതിരിമാർക്ക് അവരുടെ ആരാധന സമയം എത്തിയപ്പോൾ മസ്ജിദ് 2 കൊടുത്തു. മദീന മസ്ജിദ് 2 കൊടുത്തു. അവരും ആദരിക്കട്ടെ. വിശുദ്ധമായ ഖുർആനിൽ മസ്ജിദിനെ മാത്രമല്ല അള്ളാഹു ആദരിച്ചത്. വിശുദ്ധ ഖുർആൻ വരുത്തുമ്പോ നമ്മുടെ മസ്ജിദിനെ മാത്രമല്ല അള്ളാഹു ആദരിച്ചത്, ചർച്ചുകളെ അള്ളാഹു ആദരിച്ചു, അമ്പലങ്ങളെ അള്ളാഹു ആദരിച്ചു. വിശുദ്ധ ഇസ്ലാമിന്റെ ഒരു മഹത്വമാണത്. എല്ലാ സഹോദരങ്ങളെയും ആദരിക്കുക. വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ് ഫയസുബ്ബുല്ലാഹ അദ്വൻ ബിഗൈരി. വിശുദ്ധ ഖുർആന്റെ ആഹ്വാനമാണ്. ഒരു കാരണവശാലും
അന്യമതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളെ ചീത്ത പറയാൻ പാടില്ല. കൽപ്പനയാണ്. വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ല. നിങ്ങൾ നിങ്ങളുടെ മതമായിക്കൊള്ളട്ടെ, വിശുദ്ധ ഇസ്ലാമിന്റെ കുടക്കീഴിൽ നിങ്ങൾ കരികട്ടെ, പക്ഷേ അന്യവന്റെ അവൻ ആരാധിക്കുന്ന വസ്തുക്കളെ ഒരു കാരണവശാലും ചീത്ത പറയാനോ ആക്ഷേപിക്കാനോ അപഹസിക്കാനോ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ. പ്രിയമുള്ള സഹോദരങ്ങൾ, ആളുകൾ നമ്മളെ ഭയപ്പെടുത്തും. വിശുദ്ധ ഖുർആൻ ആയത്ത് ഞാൻ പറഞ്ഞുതരാം. وقال الذين كفروا لرسلهم لنخرجنكم من أرضنا أو لتعودن في ملتنا. ബഹുമാനപ്പെട്ട പ്രവാചക പുങ്കവന്മാർ അവരുടെ സമൂഹത്തിൽ ഇറങ്ങി തിരിച്ചു. എന്തിനു വേണ്ടി? പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ ആളുകൾ ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിച്ചു. വഖാലല്ലദീന കഫറു സത്യനിഷേധികൾ പറഞ്ഞുവത്രേ, മര്യാദയ്ക്ക് നന്നായിക്കോണം, അതല്ലെങ്കിൽ ഈ നാട്ടിൽ നിന്ന് പുറത്തു പോകണം. അള്ളാഹു ഉപയോഗിച്ച വാക്ക. വഖാലല്ലദീന കഫറു ലിറസുലിഹിം, അവരുടെ പ്രവാചകന്മാരോട് പറഞ്ഞു, ലനുഖ്രിജന്നകും മിൻ അർദിന ഔ ലതഊദുന്ന ഫീ മില്ലത്തിന, ഒന്നുകിൽ ഈ നാട് വിട്ടു പോയിക്കോണം, അതല്ലെങ്കിൽ ഞങ്ങളുടെ മതത്തിലേക്ക് നിങ്ങൾ കടന്നു വരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നോഹ് നബിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിക്കും ഈസാ നബിക്കൊക്കെ അല്ലാഹു അറിയിച്ചു, ഒരു കാരണവശാലും ഭയപ്പെടണ്ട. ഫൗഹാ ഇലൈഹിം റബ്ബുഹും ലനുഹ്ലികന്ന ളാലിമീൻ, ഒരു കാരണവശാലും നിങ്ങൾ ഭയപ്പെടണ്ട. നിങ്ങളുടെ നാട്ടിൽ ശുദ്ധമായി ശ്വസിക്കാനായിട്ട് നിങ്ങൾക്ക് ഞാൻ അവസരം നൽകുന്നതാണ്. ലനുഹ്ലികന്ന ളാലിമീൻ, അക്രമകാരികളെ ഞാൻ അടിച്ചൊതുക്കും എന്ന് വിശുദ്ധ ഖുർആൻ. അക്രമം ഇങ്ങനെ പണം വിടർത്തി ആടും. രണ്ടാലൊന്ന് സംഭവിക്കും. ഒന്നുകിൽ അക്രമകാരികളെ വേരോടുകൂടി അള്ളാഹു കുഴിച്ചു മൂടും, അതല്ല എങ്കിൽ അക്രമകാരികൾ അള്ളാഹു ഒരു സൈഡിൽ ഒതുക്കി കളയും. അനങ്ങാൻ പറ്റൂല. വിശുദ്ധ ഖുർആന. ഇലൈഹിം റബ്ബുഹും, അല്ലാഹു ആ പ്രവാചകന്മാരിലേക്ക് വഹി അറിയിച്ചു കൊടുത്തു, അക്രമകാരികളെ ഞാൻ നശിപ്പിക്കും, എന്നിട്ട് നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ മഹാരാജ്യത്ത് നിങ്ങളെ ഞാൻ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അവസരം നൽകും. പക്ഷെ കണ്ടീഷൻ എന്താ? കണ്ടീഷനും കൂടി പറയുന്നുണ്ട്. ദാലിക ലിമൻ ഖാഫ മഖാമി വഖാഫ വഈദ്, മര്യാദയ്ക്ക് ഞാൻ പറയുന്ന കാര്യം അനുസരിച്ചോണം. നിങ്ങൾ നിങ്ങളുടെ ആയുധബലവും അംഗബലവും ഒന്നും കാണിക്കാൻ നിൽക്കണ്ട. അള്ളാഹുവിനെ പിടിച്ച് മുന്നേ നിർത്തിയാൽ മതി. 313 ബദരീങ്ങളല്ലായിരുന്നോ? അള്ളാഹുവിനെ പിടിച്ച് മുന്നേ നിർത്തി. എല്ലാ പോരാട്ടങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി ചെന്തിരുന്നു കൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുക, കണ്ണുനീരിങ്ങനെ ചാലിട്ടൊഴുകും. മതി അള്ളാന്റെ റസൂലേ, സഹാബാക്കളോട് ഒന്ന് ഇറങ്ങി വാ, ഭക്ഷണം കഴിക്കാം, വാ കുറച്ചു നേരം വിശ്രമിക്കാം. വേണ്ട, എന്റെ അള്ളാഹു വിജയിപ്പിക്കാമെന്ന് എനിക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിലും ഞാൻ കുറച്ചും കൂടി ദുആ ചെയ്യട്ടെ, കുറച്ചും കൂടി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കട്ടെ, കുറച്ചും കൂടി റബ്ബിനെ സന്തോഷിപ്പിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നാടും രാജ്യവും ലോകം മൊത്തം നമ്മുടെ റബ്ബിന്റെയാണ്. നമ്മളൊക്കെ അടിമകളാണ്, നിസാരന്മാരാണ്. നമ്മുടെ മിടുക്ക് സാമർത്ഥ്യം സ്വന്തമായിട്ട് കിട്ടിയതല്ല, അള്ളാഹു നൽകിയതാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യമായിരുന്നാലും സൽഗുണങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കിട്ടിയ സൽഗുണങ്ങൾ ജീവിതത്തിൽ സ്വായത്തമാക്കി എല്ലാ ആളുകളെയും സ്നേഹിച്ച് സാഹോദര്യം, സഹിഷ്ണുത, മനോഭാവം, സഹവർത്തിത്വം മുറുകെ പിടിച്ചുകൊണ്ടൊരു നല്ല മുസ്ലിമായി ജീവിക്കുക. ആളുകൾ വിശുദ്ധ ഇസ്ലാമിലേക്ക് അടുക്കുക. നമ്മൾ അറിയൂല, ആരെങ്കിലും ഒരാൾ നമ്മൾ കാരണം മുസ്ലിമായ അതുപോലെ നമ്മളങ്ങ് മരിക്കും. നമ്മുടെ ഒരു സംസാരം കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഒറ്റ ബിസ്മി കേട്ടിട്ടാ ക്രിസ്തീയ പുരുഷനായ അബ്ബാസ് മുസ്ലിമായത്. ഒരു പാനപാത്രം എടുത്തിങ്ങനെ വായിലേക്ക് വെച്ചു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു. അബ്ബാസ് ചോദിച്ചു, നിങ്ങൾ ആരാ? നിങ്ങൾ എവിടെ നിന്ന് വന്നതാ? എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നല്ലോ. അല്ലാഹു റസൂൽ പറഞ്ഞു, അന മുഹമ്മദുൻ, ഞാൻ മുഹമ്മദാണ്, മിൻ മക്ക, മക്കയിൽ നിന്നുള്ളതാണ്. ചെറിയ ചില സംസാരങ്ങൾക്ക് ശേഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന് ക്രിസ്തീയ പുരുഷനായ അബ്ബാസ് ഇസ്ലാം സ്വീകരിച്ചത് നബിതങ്ങളുടെ പ്രസംഗം കേട്ടിട്ടല്ല, നബിതങ്ങളുടെ സ്വഭാവം, നബിതങ്ങളുടെ പുഞ്ചിരി എത്രയോ ആളുകൾക്ക്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണാധികാരി ആരും അറിഞ്ഞില്ല, മരിച്ചതിന് ശേഷം അറിയുന്നത്. എല്ലാ ദിവസവും ഒരു വൃദ്ധന്റെ വീട്ടിൽ പോയി വീട് വൃത്തിയാക്കി കൊടുക്കും, അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കും, അതുപോലെ തന്നെ അദ്ദേഹത്തിന് പാനീയം കുടിപ്പിക്കും, വസ്ത്രം കഴുകി കൊടുക്കും. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നടന്നു വന്നപ്പോ ഈ വൃദ്ധൻ ഇരുന്ന് കരയുന്നു. എന്താ നിങ്ങൾ കരയുന്നത്? എല്ലാ ദിവസവും എന്നെ സഹായിക്കുന്ന ഒരാളെ കാണുന്നില്ല, 3 ദിവസമായിട്ട് കാണുന്നില്ല. ഈ എന്റെ എന്തെങ്കിലും പ്രശ്നത്തിന്റെ പേരിലാണോ? ആളെ കാണുന്നില്ല. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, പേരെന്താ? പേരെനിക്ക് അറിയത്തില്ല. പല പ്രാവശ്യം ഞാൻ ചോദിച്ചു, പേര് പറഞ്ഞിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവസ്ഥകളൊക്കെ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, അത് ബഹുമാനപ്പെട്ട ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം മരിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞു.
പ്രിയമുള്ള സഹോദരങ്ങൾ, നമ്മുടെ ജീവിതം വള്ളത്തോൾ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞില്ലേ, പെരുത്ത് നൂറ്റാണ്ടിനിടയ്ക്കൊരിക്കലും അരുപ്പറമ്പാം ഒരിറ്റു വൃക്ഷത്തെ നടന്നു പാർത്തരായി വരുന്നവർക്കൊക്കെ വിശ്രമത്തിനായി മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ ഏതൊരു മനുഷ്യനും തണൽ കൊള്ളാവുന്ന ഒരു വടവൃക്ഷമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് മനുഷ്യനും അവന്റെ രഹസ്യം പറയാൻ, അവന്റെ സങ്കടം പറയാൻ, സന്തോഷം പങ്കുവെക്കാൻ പറ്റുന്ന ഒരു വടവൃക്ഷമായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ നല്ലൊരു മനുഷ്യനാകുക. മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. നമ്മുടെ കരങ്ങൾ കൊണ്ടും നമ്മുടെ നാവ് കൊണ്ടും ആരെയും ഉപദ്രവിക്കാതെ നമ്മൾ നമ്മുടെ കാര്യം നോക്കുക. നമ്മുടെ റബ്ബും നമ്മുടെ സൽക്കർമ്മങ്ങളും നമ്മുടെ റബ്ബും ഈ രീതിയിൽ ജീവിച്ച് അന്തസ്സ് കീപ്പ് ചെയ്ത് ജീവിക്കാനും മരിക്കാനും ആഖിറത്തിൽ പുനർജീവിക്കാനും നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വാതന്ത്ര്യദിനം നൽകുന്ന സന്ദേശം ഇതാണ്, നമ്മുടെ മക്കൾക്ക് എത്തിച്ചു കൊടുക്കണം. ചരിത്രങ്ങളൊക്കെ വസ്തുതാപരമായിട്ട് പഠിക്കുക, ഒരു നല്ല മനുഷ്യനായി ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുഴുവൻ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള ഇന്ത്യ മഹാരാജ്യമടക്കമുള്ള മുഴുവൻ അനുഗ്രഹങ്ങളും അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. അതിനനുസൃതമായ ജീവിതം കാഴ്ചവെക്കുവാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് 2 ദുആ വസിയത്തുകളുള്ളത്. കിള്ളിയിലുള്ള ഒരു സഹോദരൻ രോഗം കുറച്ച് കടുപ്പമായിട്ട് RCCയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. പ്രത്യേകം ദുആ ചെയ്യാൻ അറിയിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പരിപൂർണ്ണ ശിഫാവ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഡോക്ടർമാർക്കോ മരുന്നുകൾക്കോ ഒരു കഴിവുമില്ല, എല്ലാ കഴിവും അല്ലാഹുവിനാണ്. യാ ബദീ അൽ അജായിബ് ബിൽ ഖൈരി യാ ബദീ യാ ബദീ അൽ അജായിബ് ബിൽ ഖൈരി യാ ബദീ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പരിപൂർണ്ണ ശമനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആഫിയത്തോടെ സിഹത്തോടെ സലാമത്തോടു കൂടി ജീവിതത്തിലേക്ക് മടങ്ങി വരുവാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ആയുസ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മറ്റൊരു ചെറിയ മോൻ ചെറിയ ചില ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. പ്രത്യേകം ദുആ ചെയ്യാൻ അറിയിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തോടെ സിഹത്തോടെ സലാമത്തോടു കൂടിയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആജിലായ താമായ മുസ്തമിറായ കാമിലായ ശിഫാവ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മുഴുവൻ വിഷമസ്ഥിതികളെ തൊട്ടും ദുരിതങ്ങളെ തൊട്ടും അല്ലാഹു ആ പൊന്നുമോനെയും കുടുംബത്തിലുള്ളവരെയും നമ്മളെല്ലാം അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.